തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കൻ സൈന്യം ഇപ്പോൾ സജ്ജമല്ലെന്ന് യു.എസ്. ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വ്യക്തമാക്കി. അമേരിക്കയുടെ മുഴുവൻ സൈനിക ശേഷിയും നിലവിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആയുധനിർമ്മാണശാലകളും തകർക്കുന്നതിലാണ് എന്ന് അദ്ദേഹം CNBC-യോട് പറഞ്ഞു. ഇത് വൈകാതെ തന്നെ സംഭവിക്കും, എന്നാൽ ഇപ്പോൾ സാധ്യമല്ല. ഞങ്ങൾ അതിന് പൂർണ്ണമായും സജ്ജമല്ല, ക്രിസ് റൈറ്റ് വ്യക്തമാക്കി. US-ഇസ്രായേൽ അക്രമങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ പ്രഖ്യാപനം ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോള എണ്ണ വിപണിയെ ശാന്തമാക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എണ്ണക്കപ്പലുകൾക്ക് US നാവികസേനയുടെ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സൈനിക നീക്കങ്ങൾ കാരണം ഇത് പ്രായോഗികമാകാൻ ഈ മാസാവസാനം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. International news from Hello World channel.